മിസ്റ്റർ ജഡ്ക, എന്റെ ബ്രോ, എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. എനിക്ക് വല്ലതും കുടിക്കാനോ കഴിക്കാനോ തരുവോ? അതിനിപ്പോ എന്താ ബ്രോ, എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ചായക്കാരാ, ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുത്തേക്ക്. എന്റെ ചായക്കട ചേട്ടാ, കടുപ്പത്തിൽ 2 ചായ വരട്ടെ, വെള്ളം കുറച്ചും പാല് കൂടുതലും, പഞ്ചസാര പാകത്തിന്, പിന്നെ നല്ലോണം പതക്കുന്ന 10 പ്ലേറ്റ് സമൂസ, 4 പ്ലേറ്റ് പഴംപൊരി, 1/2 കിലോ നെയ്യപ്പം, 1/2 കിലോ അലുവ, പിന്നെ 1 കിലോ ലഡു, 1/2 കിലോ അച്ചപ്പം, 4 കിലോ കായ വറുത്തത്. നിർത്ത്. താനീ പറയുന്നത് കേട്ടാലേ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുമല്ലോ. എന്നാ എന്റെ പൊന്നു ചേട്ടാ, ഞാൻ നിർത്തി. അതെ, അവസാനം സംഭാരം വേണം ട്ടോ. ഈ ചൂടത്ത് ഇനി നിന്നെ കൂടെ സഹിക്കേണ്ട ഗതികേടായല്ലോ. ഒന്നാമത് ഇവിടെ ചൂട് കാരണം അണ്ടകടാകം പൊള്ളിയിരിക്കുകയായിരുന്നു. ഈ ഒടുക്കത്തെ ചൂടിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചേ മതിയാവൂ. ചൂടിന്ന് രക്ഷപ്പെടാൻ എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. 20 വർഷത്തെ അനുഭവമാണ് എനിക്ക്. നമുക്ക് എല്ലാവർക്കും പോയി ഒരു ഐസ് ഫാക്ടറിയിൽ ജോലി ചെയ്താൽ മതി. നല്ല തണുപ്പും ഉണ്ടാവും, ആവശ്യത്തിന് കയ്യില് പൈസയും ഉണ്ടാവും. എന്നാ വാ, ഇപ്പൊ തന്നെ പോയേക്കാം. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? ഭക്ഷണം കഴിച്ചതിന്റെ കാശ് വെച്ചും പോ. നിക്ക്. സീതാറാം പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ 4 പേർക്ക് ഞാൻ ജോലി തരും. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. വൈകുന്നേരം ആവുമ്പോഴേക്കും ഐസ് എല്ലാം വിറ്റ് തീർക്കണം. സാറേ, വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഈ ഫാക്ടറി തന്നെ ഞങ്ങൾ വിറ്റോളാം. എന്ത്? അദ്ദേഹം ഒരു തമാശ പറഞ്ഞതല്ലേ? എന്നാ ശരി, ഫാക്ടറി ഒന്ന് നോക്കിക്കോ. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. ഇനി ആ പാല് കുടിക്കാന്നല്ലാതെ മടിച്ചിരിക്കുന്നത് എന്തിനാണ്? തുടങ്ങിക്കോ. ഓ, ഫയൽ എടുക്കാൻ മറന്നുപോയല്ലോ. നന്നായി, വഴിക്ക് വെച്ച് തന്നെ ഓർമ്മ വന്നല്ലോ. എന്താ ഇത്? ഇതെന്താ ഒരു വല്ലാത്തൊരു ശബ്ദം? ഈ മൂട്ടും പൊത്തിലൊക്കെ എവിടെ പോയി കിടക്കുക? ഇതെന്താ ശബ്ദം കേൾക്കുന്നുണ്ട്, ആളെ കാണുന്നില്ലല്ലോ. എന്തൊരു സുഖം. പൊളിച്ചെടുത്തല്ലോ. കുഴിമടിയന്മാര് പണിയെടുക്കാതെ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? എഴുന്നേക്കാൻ. നിങ്ങളോട് എഴുന്നേക്കാനാ പറഞ്ഞേ. ചേട്ടാ, ഐസിന്റെ കഷ്ണമൊക്കെ തീർന്നു. നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോ. എഴുന്നേക്കാനാ പറഞ്ഞേ. എന്തിനാ എന്റെ ഉറക്കം കളയുന്ന? കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇത് ഐസ് ഫാക്ടറി ആണോ അതോ കൂർക്കം വലിക്കാനുള്ള സ്ഥലമോ? ഗസീതാറാം, എഴുന്നേക്ക. എല്ലാവരോടും ആയിട്ട് പറയുന്നേ. എന്റെ സാറ് എപ്പോഴെത്തിയത്? നിങ്ങൾ എല്ലാവരും സ്വപ്നം കണ്ട് ഉറങ്ങുന്ന സമയത്ത് തന്നെ. എഴുന്നേറ്റ് സംസാരിക്കും. ഇന്നത്തേക്ക് മാപ്പ് തന്നിരിക്കുന്നു. ഇനി എങ്ങാനും ഐസിന്റെ മുകളിൽ കിടക്കുന്നത് കണ്ടാലുണ്ടല്ലോ, പറഞ്ഞില്ല എന്ന് വേണ്ട, മനസ്സിലായോ? ഇനി ഉറക്കം മതിയാക്കാം. ഞാനും പത്തിലും പോയി ഫാക്ടറി ക്ലീൻ ചെയ്യും. നിങ്ങൾ രണ്ടുപേരും ഐസ് വിൽക്കും. ഐസ് വിൽക്കുന്ന ജോലിയിൽ എനിക്ക് 20 വർഷത്തെ അനുഭവം ഉണ്ട്. ഈ വലിയ ബോക്സുകൾ എന്തിനാ പത്തിലു? ഇതെന്താന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ മോട്ടോ ഇതിനകത്താണ് ഐസ് കട്ട ഉണ്ടാക്കുന്നത്. ഈ ബോക്സ് താഴത്തുള്ള ബെൽറ്റിന്റെ സഹായത്തോടെ ഇതിനകത്തേക്ക് പോകും. അതിനുശേഷം ദാ ആ കാണുന്ന വഴിയിലൂടെ പുറത്തേക്ക് വരുമ്പോഴേക്കും ഐസ് കഷ്ണം ആയിട്ടുണ്ടാവും. എന്നാ ശരി, കുറച്ചു നേരം നമ്മൾ ഇതിനകത്ത് വിശ്രമിച്ചാലോ? കണ്ടില്ലേ ഈ വെള്ളത്തിന് എന്തൊരു തണുപ്പാണെന്ന്. ഐസിന്റെ കഷ്ണമൊക്കെ മുതലാളി വരുമ്പോഴത്തേക്ക് നമുക്ക് ശരിയാക്കാന്ന്. അതുവരെ നമുക്കൊന്ന് സുഖിച്ചാലെന്താ? ഐഡിയ. ഐസ് വാങ്ങിക്കോളൂ, നല്ല തണുത്ത ഐസ് വാങ്ങിക്കോളൂ, നല്ല തണുത്ത ഐസ്. ഡോക്ടർ ഐസ് വിൽക്കണോ അതോ വല്ല പച്ചക്കറി വിൽക്കണോ? ഒന്ന് മാറിയുന്നേ. ഐസ് വിൽക്കുന്ന ജോലിയിൽ എനിക്ക് 20 വർഷത്തെ അനുഭവം ഉണ്ട്. മാറി നിൽക്ക്.
നിങ്ങളോട് സംസാരിച്ച് നിന്നിട്ട് ഫയൽ എടുക്കാൻ ഞാൻ വീണ്ടും മറന്നു. ഇന്നത്തെ ദിവസം പോക്കാണെന്നാ സാറ് തോന്നുന്നു. വന്ന് നോക്കിക്കോളൂ, ഞങ്ങള് കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടേ. ഗുഡ് ഗുഡ്. പക്ഷെ ആ മോട്ടും പത്തിലും എവിടെ? അവന്മാരകത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. തീർച്ചയായും അവന്മാർ ഉറങ്ങുകയായിരിക്കും. ഇന്ന് അവരെ ശരിയാക്കിയിട്ട് തന്നെ കാര്യം. ഓ മോട്ടു, എന്റെ പ്രിയപ്പെട്ട ചങ്ക്, നീ എവിടെയാ? ഇതെന്താ നിങ്ങൾ രണ്ടുപേരും കാണിച്ചു വെച്ചത്? ഇങ്ങനെ ഐസായി പോയല്ലോടെ. ഓ നോ, വേണ്ട. ഇതെന്താണ്? മോട്ടു, ഓ മോട്ടു, എന്റെ ബ്രോ, എന്റെ ചങ്ക്, നിനക്ക് ഇതെന്താ പറ്റിയത്? ഇനി ഞാൻ ആരെ വെച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തും? പൊളിച്ചെടുത്തല്ലോ പത്ലു, മൈ ഡിയർ ഫ്രണ്ട്. നിനക്കിത് എന്താ പറ്റിയത്? എന്റെ ഫാക്ടറി നശിച്ചു പോകുമല്ലോ. ഭൂതങ്ങള് കൂർക്കം വലിക്കോ ഡോക്ടറെ? സാറേ, ഒരു തവണത്തേക്ക് ഞങ്ങളോട് ക്ഷമിക്കണം. ഒരൊറ്റ തവണ ക്ഷമിച്ചാ മതി. ഇനി ഒരിക്കലും തെറ്റ് സംഭവിക്കില്ല. ലാസ്റ്റ് ചാൻസ്, അവസാനത്തെ അവസരം. അതെ, നമ്മുടെ നാട്ടുകാർ ഈ ഐസ് കണ്ടാലല്ലേ നമുക്കിത് വിൽക്കാൻ പറ്റൂ. എന്റെ മോട്ടോ, മോട്ടു, അതിനെ പിടിച്ചു നിർത്തോ. ഡോക്ടർ സാറേ, അതിനെ ഒന്ന് നിർത്തൂ. ഗസീറ്റ അതിനൊന്ന് പിടിച്ചു നിർത്ത്. ആരെങ്കിലും അതിനൊന്ന് പിടിച്ചു നിർത്തേ. മോട്ടോ, നിർത്തവിടെ, അതിനെ പിടിച്ച് നിർത്തവിടെ. ഇതിനെ പിടിച്ചു നിർത്താൻ ഇതിനെവിടാ ബ്രേക്ക്? സുഹൃത്തെ, മാറി നിൽക്ക്, മാറി നിൽക്ക്. ഇതിന് സ്റ്റയറിംഗും ബ്രേക്കും ഒന്നുമില്ല, വെറും ആക്സിലേറ്റർ മാത്രമേ ഉള്ളൂ. രക്ഷിക്കണേ, രക്ഷിക്കണേ. ചിങ്കം സാർ, മോട്ടു ഐസും കൊണ്ട് കടന്നു കളഞ്ഞു. വേഗം വരണം. എന്താ നീ പറഞ്ഞത്? മോട്ടു ഐസ് കെട്ട് അടിച്ചു കൊണ്ടുപോയെന്നോ? അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഞാൻ പറയുന്നോന്ന് മനസ്സിലാക്ക സാറേ. എത്രയും പെട്ടെന്ന് മോട്ടുവിനെ പിടിക്കാൻ നോക്ക്. ഓക്കെ ഈ മോട്ടുടെ എന്താ പറ്റിയത്? ഇവനെപ്പോഴാ മോഷണം തുടങ്ങിയത്? സംസാരിച്ച് സമയം കളയാതെ അവനെ പിടിക്കേ വേഗം. മാറി നിൽക്കൂ, ബ്രേക്കില്ലേ, ആരെങ്കിലും രക്ഷിക്കൂ. ചിങ്കം സാറേ, ഏയ് മോട്ടു, stop. അവിടെ നിൽക്കാൻ. എന്റെ ചിങ്കം സാറേ, ഇതിന് ബ്രേക്ക് ഇല്ല. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തൂ. നീ പറയുന്ന കേട്ടാത്തൊന്നും അതില് ബാക്കിയെല്ലാം ഉണ്ടെന്ന്. സ്റ്റിയറിംഗ് എവിടെ? ക്ലച്ച് എവിടെ? അതിനകത്തൊന്നും ഇല്ലല്ലോ. ഏയ്, നീ എന്റെ കൈ പിടിച്ച് ഈ ബൈക്കിനകത്ത് കേറിക്കോ. കം വേഗം. എന്തൊരു ഭാരാണ്. ഒന്ന് ഇറങ്ങുന്നുണ്ടോ? വേഗം ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങാൻ. നിർത്ത് മോട്ടു, അല്ലെങ്കിൽ ഞാൻ വെടിവെക്കും. വേണ്ട. ചിങ്കം സാർ, നിങ്ങൾ ഈ കള്ളനെ പിടിച്ചു. ഇനി ഒരിക്കലും വിട്ടയക്കരുത്. കൊണ്ടുപോയി ജയിലിലടയ്ക്കൂ. ഇവൻ എന്താ മോഷിച്ചത്? അതാദ്യം പറ.
എന്റെ ഫാക്ടറിയിലെ ഐസ് ഇവനാണ് മോഷ്ടിച്ചത്. ഇവൻ തന്നെ. തെളിവില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് എംപോസിബിൾ. പറഞ്ഞല്ലോ എംപോസിബിൾ. എന്നോട് ക്ഷമിക്കണം സാറേ, ഒരു തെറ്റ് പറ്റിപ്പോയതാ. ഞാനിത് മോഷ്ടിച്ചതൊന്നും അല്ല സാറേ, ഞാൻ പറയുന്നത് സത്യമാണ്. ശരി, എങ്കിൽ ഒരു കണ്ടീഷനിൽ മാപ്പ് തരാം. എന്റെ മറ്റൊരു ഫാക്ടറിയിൽ 1 മാസം ജോലി ചെയ്യണം. എന്ത് 1 മാസം വേറെ ഐസ് ഫാക്ടറിയിൽ പണിയെടുക്കാനുള്ള ശിക്ഷയോ? ഇത് ശിക്ഷയാണോ അതോ കളിപ്പിക്കാണോ? ഞങ്ങൾക്ക് സമ്മതമാണ്. ഈ ചൂടത്ത് നമുക്ക് ബേക്കറിയിൽ ജോലി ചെയ്ത് വന്നില്ലേ? എന്റെ 20 വർഷ അനുഭവത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ മോട്ടോ ഇത് എന്താന്ന് വെച്ചാ വന്യജീവികളുടെ ഫോട്ടോ എടുക്കുന്ന മത്സരമാണ്. അല്ല, അത് ഭയങ്കര പ്രയാസമുള്ള കാര്യമല്ലേ? ആദ്യം അതിന് ജീവനോട് പിടിക്കണം, പിന്നെ ഫോട്ടോയിൽ നിന്ന് തരാൻ അതിനെ ശീലിപ്പിക്കണം, എന്നിട്ട് അതിന് ഫോട്ടോ എടുക്കണം. എന്റെ മോട്ടോ അത് അങ്ങനെയല്ല. വന്യജീവികളുടെ നല്ല നല്ല ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ എടുത്ത ഏറ്റവും നല്ല ഫോട്ടോന് 10,000 രൂപ സമ്മാനവും ലഭിക്കും. ഓ എന്റെ മോട്ടു പത്ലു, എല്ലാ സ്ഥലത്തും പോസ്റ്ററുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എന്താ വല്ല മത്സരവും നടക്കുന്നുണ്ടോ? ഏയ്, ഞങ്ങൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. ഇതൊക്കെ ഒരു കോമ്പറ്റീഷൻ ആണോ? ഞങ്ങളും മത്സരിക്കാനൊന്നും പോകുന്നില്ല. എന്റെ 20 വർഷ അനുഭവത്തിൽ ഇങ്ങനൊരു മത്സരം ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഈ ഫുർഫുറേ നഗറിൽ കാട്ടുമൃഗങ്ങളും പക്ഷികളൊക്കെ നമ്മൾ എവിടെ കാണാനാ? ശരിയല്ലേ ഡോക്ടർ ചക്ക? ഇതൊക്കെ ഒരു മത്സരമാണോ? എടോ താൻ പാടോ, എനിക്ക് കുറെ പണിയുള്ളതാ. ക്യാമറ അത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ തന്നെ ഉണ്ട്. അതിനെപ്പോഴാ നീ ഇവിടെ ക്യാമറ കൊണ്ടുവന്ന് വെച്ചേ? എന്റെ ഓർമ്മയിൽ ഒരു 6-7 കൊല്ലം മുമ്പ് വെച്ചതാണ്. എന്റെ അമ്മേ, ഒന്ന് നിർത്ത്. നീ ക്യാമറ തപ്പാണോ അത് എന്നെ എറിഞ്ഞു കൊല്ലാനുള്ള പദ്ധതി ഒരുക്കുകയാണോ? കിട്ടിപ്പോയി. എനിക്ക് അപ്പൊ തന്നെ തോന്നി ഇവന്മാര് കള്ളം പറയാണെന്ന്. മോട്ടോ എന്തായാലും ഇത് അടിപൊളി സ്ഥലം തന്നെയാ. വരൂ, നമുക്ക് ആ മോട്ടു പത്ലുവിനെ പിന്തുടരാം. അവരെന്ത് ഫോട്ടോ എടുക്കുന്നെന്ന് അറിയാമല്ലോ. എന്നിട്ട് നമുക്ക് അതിനേക്കാളും നല്ല ഫോട്ടോ എടുക്കാം. പോകാം. ഫോളോ ചെയ്യുന്നതിൽ എനിക്ക് 20 വർഷത്തെ അനുഭവം ഉണ്ടായി. ദേ നോക്കിയ ഒരു അടിപൊളി പക്ഷി, അതിന്റെ ഫോട്ടോ എടുക്കാം. ഇത് പഴയ ക്യാമറയല്ലേ, ഇതിൽ സൂം ചെയ്യാൻ പറ്റുന്നില്ല. വരൂ, മരത്തിൽ കയറി ആ പക്ഷിയുടെ അടുത്ത് ചെന്ന് ഫോട്ടോ എടുക്കാം. എന്നാ കയറിക്കോ. പതുക്കെ കേട്ടോ. ഈ ചിക്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. പറഞ്ഞല്ലോ എംപോസിബിൾ. ഞാൻ ഫയർ ചെയ്തിട്ട് പോലില്ലല്ലോ. ഓ ചിങ്കൻ സാറേ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ 2 ആൾ കാരണം ആ ജോൺ എന്റെ രക്ഷപ്പെട്ടു പോയി. അതിന്റെ കുഴപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. എന്റെ 20 വർഷ അനുഭവത്തിൽ ആദ്യമായിട്ടാ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ തല്ലുകൊണ്ടത്.
മോട്ടു ആ വശത്തേക്ക് മാറി നല്ല നിന്ന് പക്ഷിയല്ലേ, എടുക്ക. ഒന്ന് അവിടെ നിൽക്കൂ. ആ, ഒരു വേഗം ഫോട്ടോ എടുക്ക്. എടുത്തോട്ടെ പ്ലീസ്. അത് പറന്നു പോകുന്നതിന് മുമ്പ് എടുക്ക. ഈ പക്ഷിക്ക് ഒരു സ്ഥലത്ത് നിന്നൂടെ? ഇത് എങ്ങോട്ടാ ഇങ്ങനെ പറന്ന് കളിക്കുന്നത്? അതെ, എത്രയൊക്കെ പറഞ്ഞാലും ഇത് എവിടെയെങ്കിലും ചെന്ന് ഇരിക്കുമല്ലോ മോട്ടു. അവരുടെ മുകളിൽ ഒരു ശ്രദ്ധ ഉണ്ടാവണം. നമ്മുടെ കൺമുന്നിൽ നിന്ന് അവര് പോകാൻ പാടില്ല. മനസ്സിലായോ? ഡോക്ടർ അതിനെ കുറിച്ച് വിഷമിക്കണ്ടേ. ഒരാളെ ശ്രദ്ധിക്കുന്നതിൽ എനിക്ക് 20 വർഷത്തെ അനുഭവമുണ്ട്. ഓ, അത് കണ്ടില്ലേ ചിങ്കൻ താഴെ വീട് കിടക്കുന്നത്. ചിങ്കം സാർ, നിങ്ങൾക്ക് പരിക്കൊന്നും പറ്റിയില്ലല്ലോ? ഓ, നിങ്ങൾ രണ്ടുപേരോ വീണ്ടും നിങ്ങൾ രണ്ടുപേരും എന്നെ ശല്യം ചെയ്യാൻ വന്നിരിക്കുകയാണോ? എനിക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ നിങ്ങൾ രണ്ടാൾക്കും ഇപ്പൊ ഞാൻ തന്നെ പരിക്ക് തരാം. ചിങ്കം സാർ, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളെ ഓ, വിശ്വസിക്കണം. എവിടെ പോയി കിടക്കുക? കാണുന്നില്ലല്ലോ. ദേ കണ്ടോ അതിന്റെ മുകളിൽ? എന്റെ ദൈവേ, ആ പക്ഷിക്ക് കുറച്ചു നേരം ഭൂമിയിൽ വന്നിരുന്ന എന്താ തേഞ്ഞു പോവോ? ഒന്ന് വരൂ പക്ഷി. അതാ മോട്ടു, അവിടെ ഒരു കോണി ഇരിപ്പുണ്ട്. അവിടുന്ന് പറക്കല്ലേ പക്ഷി, പ്ലീസ്. അവിടുന്ന് പറക്കല്ലേ പ്ലീസ്. നിന്റെ പുറകിൽ ഓടി ഞാൻ വയ്യാണ്ടായി. നിന്റെ പിന്നാലെ നടന്ന് എനിക്കും തീരെ വയ്യാതായി. ഞാനെന്ത് ചെയ്തു? നീയല്ലേ ഈ മത്സരത്തിൽ പങ്കെടുക്കണോന്ന് പറഞ്ഞത്? ഞാനല്ല പറഞ്ഞത്, നീ തന്നെയാ പറഞ്ഞ. നീയാണ് നീ തന്നെയാ നീയാണ് നീ തന്നെയാ പറഞ്ഞ. നീയാണ്. അല്ല, നീയാ. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. തല്ല് കൂടിയതൊക്കെ മതി. വേഗം പടം പിടിക്കേ. പത്തിലും നിനക്ക് നീളമുണ്ടല്ലോ. നീ മോളിൽ കയറി വന്ന് ഇതിനെ കുറച്ച് ഫോട്ടോ എടുക്ക് വേഗം. എന്റെ മോട്ടോ, നീ എന്തൊക്കെയാ ചെയ്യുന്നത്? കോണി മര്യാദക്ക് പിടിക്കാൻ ഞാൻ വീഴും. മോട്ടോ ഇങ്ങനെ ആട്ടല്ലേ, ബാലൻസ് ചെയ്യേ. എന്റെ പത്തിലു. അതെ, നിക്ക് ഒരു ഫോട്ടോയുടെ പ്രശ്നമേ ഉള്ളൂ. നിക്ക് പക്ഷി. നേരെ പിടിക്കും മോട്ടോ. മോട്ടോ, എന്തൊക്കെയാ നീ ചെയ്യുന്നേ? ഇന്ന് കാലാവസ്ഥ വളരെ നന്നായിട്ടുണ്ട്. കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത. ചിങ്കത്തിന്റെ പുറകെ വരുന്ന കൊടുങ്കാറ്റ് ചിങ്കത്തിന്റെ തൊപ്പിയെ കൊണ്ട് പോകും. എന്റെ മോട്ടോ, നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണോ? ഈ കൊടുങ്കാറ്റ് ഇത്രയും പെട്ടെന്ന് എങ്ങനെ ഇങ്ങോട്ട് വന്നത്? ആ, കണ്ടു, നിങ്ങളെ ഞാൻ കണ്ടു. നിങ്ങൾ രണ്ടാളും ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്നെ തല്ലാൻ വേണ്ടി. ഈ പ്രാവശ്യം ഞാൻ നിങ്ങളൊരു പാഠം പഠിപ്പിക്കും. പിടിച്ചോ. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 വർഷ അനുഭവത്തിൽ ഇങ്ങനെ ഒരു ചീത്ത ദിവസം എനിക്ക് ഉണ്ടായില്ല. ഡോക്ടറെ വിട്ടോ. അത് കണ്ടോ ആകാശത്ത് എത്ര സന്തോഷത്തോടെ അത് പറന്ന് കളിക്കുന്നെന്ന്. എന്നോട് ചോദിച്ചാലേ ഇതിനെ ക്യാമറ കൊണ്ടല്ല തോക്കുകൊണ്ടാ ഷൂട്ട് ചെയ്യേണ്ടത്. തോക്കൊണ്ട് ഷൂട്ട് ചെയ്താലേ 10,000 രൂപ ഒരിക്കലും കിട്ടില്ല. വേഗം വേറെന്തെങ്കിലും മാർഗം ആലോചിക്കേ. എന്റെ പത്തിലും വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? കുടിച്ചതും കഴിച്ചതും ഒക്കെ ഇതിന്റെ പുറകിൽ നടന്ന് ദഹിച്ചു പോയി. ഐഡിയ. എന്റെ പക്ഷികുമാരി, ഒന്ന് ചിരിക്കടാ ചിന്നപ്പടാ. എന്റെ മോട്ടോ, അതിന് ചിന്നപ്പെന്നൊന്നും പറഞ്ഞാ അറിയില്ല. വേഗം ഫോട്ടോ എടുക്കാൻ നോക്ക. ഫോട്ടോ. ക്യാമറ. ഞാനൊന്ന് വെച്ച് തരും. വാചകം അടിക്കാതെ വേഗം ഫോട്ടോ എടുക്കാൻ നോക്കും മോട്ടോ. ഫോട്ടോ എടുക്ക. അതിന്റെ മുഖത്തേക്ക് ലൈറ്റ് കിട്ടുന്നില്ലെന്നേ. നമുക്ക് അങ്ങോട്ട് പോയാലെന്താ? മോട്ടോ, ഉള്ള വെളിച്ചത്തിൽ വേഗം ഫോട്ടോ എടുക്കാൻ നോക്ക്. വേണ്ട. എന്റെ അമ്മ എന്തായി ചെയ്യുന്നേ? ഇതിപ്പോ അതിലും വലിയ വേണ്ട. പണിയായല്ലോ. അരുത് പക്ഷികുമാരി. വേണ്ട വേണ്ട. ഞങ്ങളെ വിട്ടേക്ക്. കുമാരി എന്താണ് ഈ കാണിക്കുന്നത്?
ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ. രക്ഷിക്കണേ. വേഗം ചെന്ന് ചിങ്കത്തിനെ രക്ഷപ്പെടുത്താം, ഇല്ലെങ്കിൽ നമുക്ക് പിടി കിട്ടും. വേഗം വാ. എന്റെ അമ്മോ, ഇന്ന് എന്താ അവിടെ നടക്കുന്നത്? നിങ്ങൾ രണ്ടാളും ഒരു തവണ, രണ്ടു തവണ, എന്തിന് പലതവണ എന്തിനാ എന്റെ പുറകെ തന്നെ കെട്ടിയെടുക്കുന്നത്? ഇല്ല, നിങ്ങളെ ഞാൻ വിടില്ല. ഇപ്രാവശ്യം ഞാൻ വിടില്ല. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. എന്റെ അമ്മോ. ഇന്നത്തെ ഈ കോമ്പറ്റീഷനിൽ വിജയിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, മോട്ടുവും പത്ലുവുമാണ്. അത് പൊളിച്ചു. താങ്ക് യു, താങ്ക് യു. താങ്ക് യു. ഇല്ല, ഇതിനോടൊട്ടും ഞങ്ങൾ യോജിക്കുന്നില്ല. ഞങ്ങളും ഇവരെ പോലെ തന്നെ രാത്രിയും പകലും പടം പിടിച്ചോണ്ട് നടന്നതാ. എന്നിട്ട് 10,000 രൂപ ആ ഊള ഇത് ഫോട്ടോയ്ക്ക്. അനുവദിക്കാൻ പാടില്ല. ഞാൻ 20 കൊല്ലം ചെയ്യാത്തൊരു കാര്യം ഇപ്പൊ ചെയ്യാൻ പോവാണ്. Shut up! ഞാൻ നിങ്ങൾ രണ്ടാളെയും ഒരു തെറ്റും ചെയ്യാൻ അനുവദിക്കില്ല. എന്റെ അമ്മ ഉണ്ട് അവിടെ വീണെങ്കിലും നാളികേരം കൃത്യമായിട്ട് ഇവിടെ തന്നെ വീഴുന്നുണ്ടല്ലോ. ഈ നാളികേരത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ.